ഇന്നൊരു ഹൊറർ കഥ പറയാം. പെൻസിൽവാനിയയിലെ മേബ്രൂക്ക് എന്ന ടൗൺ. അവിടെ ഒരു ദിവസം രാത്രി എന്ന് കൃത്യമായി പറഞ്ഞാൽ പുലർച്ചെ 2:17 ഒരു കൂട്ടം കുട്ടികൾ വാതിൽ തുറന്ന് പുറത്തേക്കിലേക്ക് ഓടി മറയുന്നു. അവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. പോയ കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരെല്ലാവരും മേബ്രൂക്ക് എലിമെൻ്ററി സ്കൂളിലെ 3rd ഗ്രേഡ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആയിരുന്നു. വീണ്ടും പ്രത്യേകതയുണ്ട്. ഈ ഇറങ്ങി ഓടിപ്പോകുന്നത് 17 കുട്ടികളാണ്. ശരിക്കും ക്ലാസ്സിലുള്ളത് 18 കുട്ടികൾ. ഒരു കുട്ടി മാത്രം അങ്ങനെ പോകുന്നില്ല. പിറ്റേന്ന് രാവിലെ മുതൽ എല്ലാവരും ഈ കുട്ടികളെ അന്വേഷിക്കുകയാണ്. അവരെ ആർക്കും തിരഞ്ഞെടുത്ത് കിട്ടുന്നില്ല. അവരെ ഇങ്ങോട്ട് പോയെന്ന് കണ്ടെത്താനും കഴിയുന്നില്ല. ആ നഗരവും ആ നാടും ആ സ്കൂളും ഒരുപോലെ പരിഭ്രാന്തിയിലാകുന്നു. എല്ലാവരും സംശയിക്കുന്നത് ഒരേ ഒരാളെയാണ്. മേബ്രൂക്ക് എലിമെൻ്ററി സ്കൂളിലെ 3rd ഗ്രേഡിലെ ക്ലാസ് ടീച്ചറായ ജസ്റ്റിൻ. കാരണം എല്ലാ രക്ഷിതാക്കളും ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: എന്തുകൊണ്ട് അവരുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പോയി? ജസ്റ്റിൻ ഒരു വിച്ചാണെന്നും മറിച്ച് അവർ തട്ടിക്കൊണ്ടുപോയാണെന്നും പല കഥകളും ഉയരുന്നു. പെതുക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടി ജസ്റ്റിനെ സ്കൂളിൽ നിന്ന് താൽക്കാലികമായി ലീവ് കൊടുത്ത് മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ജസ്റ്റിൻ ഇതിൻ്റെ രഹസ്യം അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ കുട്ടികൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അവരെങ്ങോട്ടാണ് പോയത്? അല്ലെങ്കിൽ ആരാണ് അവരെ കൊണ്ടുപോയത്? ഇനി അതല്ല, കുട്ടികൾ എല്ലാവരും മരിച്ചു കഴിഞ്ഞോ, അതോ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇതിൻ്റെ ഉത്തരമാണ് ഈ സിനിമ. സാക് റെഗർ സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ വെപ്പൺസ് എന്ന സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ വർഷത്തെ മികച്ച സിനിമകളിലൊന്ന് എന്നതിനേക്കാൾ കൂടുതൽ ഹൊറർ ജോണറിൽ ഇതുവരെ ഉണ്ടായ സിനിമകളിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് വിളിക്കേണ്ടി വരും വെപ്പൺസിനെ. ഒരു സാധാരണ ഹൊറർ സിനിമ എടുക്കുമ്പോഴുള്ള കൺവെൻഷനായുള്ള എല്ലാ നിയമങ്ങളെയും എല്ലാ മാർജിനെയും ബ്രേക്ക് ചെയ്ത അതിഗംഭീര വിഷ്വൽ ട്രീറ്റാണ് വെപ്പൺസ് എന്ന ഹൊറർ സിനിമ. സാധാരണ ഹൊറർ സിനിമകളിൽ കഥ പറയാൻ ഉപയോഗിക്കുന്ന ലീനിയർ നറേഷന് പകരം ഒരു നോൺ ലീനിയർ നറേഷനാണ് ഇവിടെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിലൂടെ മൾട്ടിപ്പിൾ ആംഗിളിലൂടെ കഥ പറയുമ്പോഴൊക്കെയും പടത്തിൻ്റെ ഹൊററിനോ ത്രില്ലിനോ ഒരു കൈമോശവും സംഭവിക്കുന്നില്ല. ഇതിൻ്റെ സംവിധായകനായ സാക് റെഗർ സംവിധാനം മാത്രമല്ല, ഇതിൻ്റെ എഴുത്തിലും നിർമ്മാണത്തിലും മ്യൂസിക്കിലെ പങ്കാളിയായിട്ടുണ്ട്. മേക്കിംഗ് മാറ്റി നിർത്തിയാൽ ഈ സിനിമയ്ക്ക് കൈയിരിക്കേണ്ടത് ഇതിലെ കഥാപാത്രങ്ങളുടെ അന്യായ പെർഫോമൻസാണ്. ജോഷ് ബ്രോലിൻ, ജൂലിയ ഗാർണർ, ബെനഡിക്റ്റ് വോങ് എന്നിവരെല്ലാവരും ഗംഭീര പ്രകടനം നടത്തിയെങ്കിലും ഇതിൽ എടുത്തു പറയേണ്ടത് ഒരു ബാലതാരത്തിൻ്റെ പെർഫോമൻസാണ്. ഇതിൽ രാത്രി ഇറങ്ങിപ്പോകാത്ത അവശേഷിക്കുന്ന ഒരേയൊരു കുട്ടിയെ അഭിനയിച്ച അലക്സ് എന്ന റോളിലെത്തിയ കാരി ക്രിസ്റ്റഫർ എന്ന നടൻ്റെ അസാധ്യ പ്രകടനം ശരിക്കും കൈയടിച്ചേ മതിയാവും. സിനിമാ പ്രേമികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട, പ്രത്യേകിച്ച് ഹൊറർ സിനിമാ പ്രേമികൾ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സിനിമയാണ് വെപ്പൺസ്. കാരണം ഹൊറർ ജോണറിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ് സാക് റെഗറിൻ്റെ വെപ്പൺസ്.